അപ്പൊ ഇത് രാവിലെ അടിച്ചിട്ട് നേരെ വന്നത് ഹാളിലോട്ടാണ്. അതിന്റെ കാരണം ഇതാണ്, സെറ്റ് ഫുള്ള് ഉറുമ്പായിട്ട് കിടക്കുമായിരുന്നു. ഇന്നലെ രാത്രി അപ്പൂസ് മോർണിംഗ് സ്നാക്സ് ഒക്കെ വെച്ച് ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പൊടിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഉറുമ്പായി കിടക്കുന്നത്. അപ്പൊ അപ്പൂസ് മോർണിംഗിന് മുന്നേ തന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അടുക്കളയിലോട്ട് കയറാൻ. അങ്ങനെ വീട് ഫുള്ള് അടിച്ചു വരെ തൂത്തിട്ടുണ്ട് അടുക്കളയിലോട്ട് കയറിയത്. ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, ഒരു 3-4 ദിവസം കൊണ്ട് ഭയങ്കര ഈച്ചയാണ് കേട്ടോ. വീടിനൊക്കെ ഫുള്ളായിട്ട് മഴയായിട്ടാണെന്ന് തോന്നുന്നു. ഈച്ച ചെല്ലുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും ടിപ്സ് അറിയാന്നുള്ളവരൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കോൺ പോലത്തെ ഒരു സാധനം ഉണ്ട്. അപ്പൊ അതിന് ഞാൻ കുന്തിരിക്കും എന്നാണ് കേട്ടോ പറയാറ്. കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് ആളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഹാളിലൊക്കെ കൊണ്ടുപോയി കുട്ടി പോയിക്കാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഈച്ചശമനം ഉണ്ടാട്ടോ. ഇന്ന് രാവിലെ കാപ്പിക്ക് മസാല ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെള്ള ചമ്മന്തിക്കറി ഉണ്ടാക്കി. നമ്മുടെ തേങ്ങ ഉടച്ചപ്പോഴത്തേക്ക് ആ വെള്ളം അങ്ങ് കുടിച്ചു. എനിക്ക് തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. മധുരം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുടിക്കുള്ളൂ. ഇവിടെ മസാല ദോശ കണ്ടിട്ട് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മസാല ദോശ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുന്ന ദിവസം ഇക്കാക്ക് ലീവും കൂടി ആയിരിക്കണം. ഇത് കഴിക്കുമ്പോഴത്തേക്കും ചൂടോട് കൂടി കഴിക്കണം. എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ഫീൽ ആവും. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ലാസ്റ്റ് മല്ലിയിലും കൂടെ ചേർത്ത് കറി സെറ്റ് ആക്കിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ മുരുമരുത്ത ദോശ റെഡി ആയിട്ട് ദോശ അപ്പൂസ് മോനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.